ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു റിഫ്രഷിംഗ് ലൈം ജ്യൂസ് പരിചയപ്പെടാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: നാരങ്ങ വേണം, അതേപോലെ തന്നെ പുതിനയില, മല്ലിയില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വേണം, പിന്നെ പഞ്ചസാര, പിന്നെ വേണ്ടത് റോക്ക് സോൾട്ടാണ്. ഞാനിപ്പം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് പുതിനയില, മല്ലിയില, അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, എന്നിട്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾട്ട് ഇട്ടാലും മതി. ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റോക്ക് സോൾട്ടും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് നല്ലോണം അരച്ചെടുക്കും. ഇതാണ് അരച്ചെടുത്ത പരുവെന്ന് പറയുന്നത്. ഇത് നമുക്കൊരു സിറപ്പ് പോലെ, ചെറിയൊരു സിറപ്പ് പോലെ, ഞാനിതൊരു ഗ്ലാസ്സിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒത്തിരി വേണ്ടവർക്ക് അതിനനുസരിച്ചുള്ള കൺസിസ്റ്റൻസിയിൽ സാധനങ്ങൾ എടുക്കേണ്ടതാണ്. ഞാനിപ്പം നാരങ്ങ ഉണ്ടായിരുന്നത് പിഴിഞ്ഞു. ഇതങ്ങോട്ട് ഗ്ലാസ്സിലോട്ട് ആദ്യമേ നാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മളുണ്ടാക്കിയ ആ ഒരു സിറപ്പ്, പുതിനയില, ഇഞ്ചിയുടെ എല്ലാം കൂടെ ഉള്ള സിറപ്പ് ഒഴിച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസിൻ്റെ പരുവം. എന്നിട്ട് ഞാൻ സോഡയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലൈം റിഫ്രഷിംഗ് ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബിരിയാണിയുടെയൊക്കെ കൂട്ടത്തിൽ, ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലംസ്, അപ്പോൾ അതെല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് ഈ ലൈം ജ്യൂസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.